സിന്ധു നദീതട സംസ്കാരം, മെസ്സപ്പൊട്ടോമിയം, ഈജിപ്ത് സംസ്കാര കാലഘട്ടം മുതൽ ആഭരണങ്ങൾ മനുഷ്യ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ആഭരണങ്ങളില്ലാതെ ഒരു ജീവിതത്തെക്കുറിച്ച് ഒരുപക്ഷെ ചിന്തിക്കാൻ കഴിയാത്ത ചില ഗോത്രവർഗ വിഭാഗങ്ങളും നമ്മുടെ ഇടയിലുണ്ട്. ഈ മേഖലകളിലൊക്കെ വലിയ സാധ്യതകൾ തൊഴിൽ മേഖലയിൽ നമുക്ക് കാണാനും കഴിയും. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ, നിഫ്റ്റ് അടക്കമുള്ള സ്ഥാപനങ്ങൾ ജുവലറി ഡിസൈനിങ്ങിൽ മികച്ച പരിശീലനങ്ങൾ നൽകുന്ന പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. ജെമോളജിയൊക്കെ പഠിക്കാൻ കഴിയുന്ന ധാരാളം യൂണിവേഴ്സിറ്റികൾ, കോഴ്സുകൾ ഓഫർ ചെയ്യുന്ന അനവധി യൂണിവേഴ്സിറ്റികൾ നമ്മളുടെ ഇടയിലുണ്ട്. അപ്പോൾ എവിടെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള കോഴ്സുകൾ പഠിക്കാൻ കഴിയുക? അതിനെന്തൊക്കെയാണ് നമുക്ക് വേണ്ട തയ്യാറെടുപ്പുകൾ? തീർച്ചയായിട്ടും കലാപരമായ ചിന്താശേഷിയുള്ള നല്ലൊരു ആർട്ടിസ്റ്റിക് സെൻസുള്ള ഒരാൾക്ക്, ഡ്രോയിങ് സ്കില്ലും അതുപോലെ തന്നെ വിഷ്വലൈസേഷൻ സ്കില്ലും കളർ സെൻസും ഒക്കെയുള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും ഓപ്റ്റ് ചെയ്യാൻ കഴിയുന്ന, കലാപരമായ മൂല്യം മനസ്സിൽ കീപ്പ് ചെയ്യുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും സെലക്ട് ചെയ്യാൻ കഴിയുന്ന മികച്ചൊരു തൊഴിൽ സാധ്യതയുള്ള മേഖല തന്നെയാണ് ജുവലറി ഡിസൈനിങ്. നല്ല നല്ല ഡിസൈനുകൾ ഒരുപക്ഷെ കാലങ്ങളോളം നിലനിൽക്കുകയും ചെയ്യാം. ട്രെൻഡ് സെറ്റേഴ്സാണ് ശരിക്കും ജുവലറി ഡിസൈനേഴ്സ്. ഒരു കാലഘട്ടം ഡിമാൻഡ് ചെയ്യുന്ന ട്രെൻഡുകൾ മനസ്സിലാക്കി കാലഘട്ടത്തിൽ യുവതയുടെ അതുപോലെ തന്നെ ജനങ്ങളുടെ മനസ്സിലുള്ള ആശയങ്ങളെ മനസ്സിലാക്കാനും അവരുമായി സംവദിക്കാനും കഴിവുള്ള, ഈ ലോകത്തിൻ്റെ മാറ്റത്തെ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യാൻ കഴിവുള്ള, മെറ്റീരിയൽസിനെ കുറിച്ച് വ്യക്തമായി ബോധ്യമുള്ള ആൾക്കാർ, സ്വർണത്തിലും വെള്ളിയിലും കല്ലിലും മറ്റ് നിരവധിയായിട്ടുള്ള മെറ്റലുകളിലും തീർക്കുന്ന ആഭരണങ്ങൾ, അവിടെ സിൽവർ സ്മിത്തും ഗോൾഡ് സ്മിത്തും അടക്കമുള്ള പരമ്പരാഗതമായ നിർമ്മാണ ശൈലികൾക്ക് ഇന്നും പ്രാധാന്യമുണ്ട് എന്നതൊരു വസ്തുതയാണ്. ഡിസൈൻ വരയ്ക്കുകയെന്നത് പലപ്പോഴും നമ്മൾ കൈകൾ കൊണ്ട് തന്നെയാണ് ഇന്നും നല്ലൊരു പങ്കും ഡിസൈനിങ് മേഖലയിൽ ആൾക്കാർ പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് കാണാം. കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ഡിസൈനിങ് മെത്തേഡുകൾ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും ഈ സാധ്യതകൾ അവിടെ, നമ്മുടെ മനസ്സിലൊരു വിഷ്വൽ സെൻസ് ഉണ്ടാവണമല്ലോ. താൻ എന്താണ് വരയ്ക്കാൻ പോകുന്നത്, താൻ എന്താണ് നിർമ്മിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച്. അതിൻ്റെ മോൾഡ് ഉണ്ടാക്കുകയും അതുപോലെ തന്നെ ഒരു ആഭരണത്തെ ചീകി മിനുക്കി രാഗി മിനുക്കി തയ്യാറാക്കുകയും ചെയ്യുന്ന മേഖലകൾ, അതേക്കുറിച്ചുള്ള അറിവുകൾ, മെറ്റീരിയൽസിൻ്റെ നിലവാരത്തെക്കുറിച്ചുള്ള അറിവുകൾ, അതുപോലെ തന്നെ ഒരു മെറ്റീരിയലിൻ്റെ സ്വർണ്ണാഭരണമോ വെള്ളി ആഭരണത്തിൻ്റെയോ ഒപ്പം തന്നെ സ്റ്റോണുകളും മറ്റുമൊക്കെ ലെയർ ചെയ്യുന്ന മേഖലകൾ, സോൾഡറിങ് പോലുള്ള മേഖലകൾ, അതിൻ്റെ പോളിഷിംഗ് പോലുള്ള മേഖലകൾ, ഇവയുടെ ഗുണനിലവാരം നിശ്ചയിക്കപ്പെടുന്ന തരത്തിലുള്ള, അപ്പം സ്റ്റോണുകളൊക്കെ കിട്ടുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ രത്നക്കല്ലുകളുടെയൊക്കെ നിലവാരം, അതിൻ്റെ ഗുണനിലവാരം എത്രമാത്രമുണ്ട്, ഇത് ഏത് തരത്തിൽപ്പെട്ട സ്റ്റോണുകളാണ് എന്നൊക്കെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അത്തരത്തിലുള്ളൊരു തിരിച്ചറിവിന് കോഴ്സുകൾ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. ജെമോളജി എന്നൊരു കോഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ സ്റ്റോൺ, അതിൻ്റെ നിലവാരം, അതിൻ്റെ പോളിഷിംഗ് തുടങ്ങി അതിൻ്റെ പ്രോസസ്സിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ പഠിക്കേണ്ടതായിട്ട് വരും. കൂടാതെ വിവിധങ്ങളായിട്ടുള്ള ഗോൾഡായാലും സിൽവറായാലും മറ്റു തരത്തിലുള്ള വിവിധങ്ങളായിട്ടുള്ള ആഭരണങ്ങൾ നിർമ്മിക്കുന്ന മെറ്റീരിയൽസിനെ കുറിച്ചുള്ള ധാരണകൾ, അപ്പോൾ ആ ഒരു മെറ്റീരിയൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട സാധ്യതകൾ നമുക്ക് നല്ലതുപോലെ വേണം. അതും കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെയൊക്കെ മാർക്കറ്റിംഗ് ട്രെൻഡുകൾ, ഏത് കാലങ്ങളിൽ മാറിക്കൊണ്ടിരിക്കുന്ന ട്രെൻഡുകളെക്കുറിച്ചുള്ള ധാരണകൾ, അങ്ങനെ നിരവധിയായിട്ടുള്ള മേഖലകളെക്കുറിച്ചുള്ള വ്യക്തമായൊരു അറിവും, കാലം സഞ്ചരിക്കുന്നതിനനുസരിച്ച് പുതുതായി അവതരിപ്പിക്കപ്പെടുന്ന പല മെറ്റലുകളുണ്ട്. ഇപ്പോൾ വൈറ്റ് മെറ്റലും ഒക്കെ അത്തരത്തിലൊരു കാലഘട്ടത്തിൽ വലിയൊരു ട്രെൻഡി ആയിട്ട് മാറിയിട്ടുള്ള മെറ്റലുകളാണ്. അതുപോലെ തന്നെ നമുക്ക് പ്ലാസ്റ്റിക്കുകൾ പോലും ഉപയോഗിച്ചുകൊണ്ട് ആഭരണങ്ങൾ ഇന്ന് യൂസ് ചെയ്യുന്നുണ്ട്. ഗ്ലാസ് ഉപയോഗിച്ചുകൊണ്ട് ആഭരണങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. കാർവ് ചെയ്തുകൊണ്ടും എൻഗ്രേവ് ചെയ്തുകൊണ്ടുമൊക്കെ ഉള്ള ആഭരണങ്ങളും മറ്റുമൊക്കെ നമ്മുടെ ചുറ്റിലും ഇന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് മോൾഡ് ചെയ്യുകയും എൻഗ്രേവ് ചെയ്യുകയും പോളിഷ് ചെയ്യുകയും ലെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ പെയിൻറ്റ് ചെയ്യുന്ന, കൈകൾ കൊണ്ട് ഡിസൈൻ ചെയ്യുന്ന തരത്തിലുള്ള ചില ആഭരണ നിർമ്മാണ രീതികൾ നമുക്ക് കാണാൻ സാധിക്കും. വളരെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ചെറിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ നമുക്ക് ചിലപ്പോൾ കാണാൻ സാധിക്കും. ലാർജ് സ്കെയിലിൽ നിർമ്മിക്കുന്ന വളരെ മൈക്രോ, കൈകൊണ്ട് നമുക്കറിയാം, ചില വലിയ കാറുകൾ പോലും നമുക്കറിയാം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപക്ഷെ വളരെ വിരളമായിട്ട് തന്നെ കാണുന്ന ചില പ്രീമിയം ബ്രാൻഡ് കാറുകളുടെയൊക്കെ ഡാഷ്ബോർഡുകളൊക്കെ തടി കൊണ്ട്, കൈകൾ കൊണ്ട് നിർമ്മിച്ചെടുക്കുന്നവയാണ്. അതിലെ പലതരത്തിലുള്ള അലങ്കാരപ്പണികളും മനുഷ്യർ കൈകൊണ്ട് ചെയ്തെടുക്കുന്നതാണ്. ഇതെല്ലാം യഥാർത്ഥത്തിൽ ആഭരണ ഡിസൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട, ജുവലറി ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ട പഠന മേഖലയിലുള്ളവർക്ക് ലഭിക്കാവുന്ന തൊഴിൽ സാധ്യതകൾ തന്നെയാണ്. അത് ഒരു വെഡ്ഡിങ് കോസ്റ്റ്യൂം
നിറം സെലക്ട് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ആഭരണങ്ങളും സെലക്ട് ചെയ്യപ്പെടാറുണ്ട് പലപ്പോഴും. ഇതെല്ലാം ഇന്ന് ഒരു ഒറ്റ പാക്കേജായിട്ട് പോകുന്ന സാഹചര്യങ്ങളാണ് നമുക്ക് പൊതുവേ കാണപ്പെടുക. ഒരു വെഡ്ഡിങ് കോസ്റ്റ്യൂം ഡിസൈനിങ്ങിൻ്റെ ഒപ്പം തന്നെ വേണ്ട ഓർണമെൻറ്റ്സും ഡിസൈൻ ചെയ്യുന്നു. ആ വീട്ടിലുള്ള എല്ലാവർക്കും ഏതാണ്ട് ഒരേ പാറ്റേണിലുള്ള ആഭരണങ്ങൾ ഡിസൈൻ ചെയ്യപ്പെടുന്നു, പുതിയ മോഡലുകളിൽ ഡിസൈൻ ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഡിസൈനിങ് പാറ്റേണിലും അതുപോലെ തന്നെ കളർ കോമ്പിനേഷനിലും അവർ ധരിക്കുന്ന വസ്ത്രത്തിന് ചേർന്ന ആഭരണങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിനും ഡിസൈനുകൾ വികസിപ്പിച്ചെടുക്കുന്നതിനുമുള്ള മികവുകളൊക്കെ ഈ പഠന മേഖലയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ പോലുള്ള സ്ഥാപനങ്ങളിലും അതുപോലെ തന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി പോലുള്ള സ്ഥാപനങ്ങളിലും പേൾ അക്കാഡമിയൊക്കെ പോലെയുള്ള അനവധി സ്ഥാപനങ്ങളിൽ നമുക്ക് പഠന സാധ്യതകളുണ്ട്. അവിടെയൊക്കെ എൻട്രൻസ് എക്സാമിനേഷനുണ്ട്. UCED അടക്കമുള്ള എൻട്രൻസ് എക്സാമിനേഷനിലൂടെയാണ് ഇവിടെയൊക്കെ നമുക്ക് അഡ്മിഷൻ കിട്ടുക. വളരെ നല്ല മേഖലകൾ. ഈ ഓർണമെൻറ്റ്സ് എന്ന് പറയുന്നത് ലോഹങ്ങളിൽ മാത്രമല്ല പലപ്പോഴും നിർമ്മിക്കുക, തടികളിൽ നിർമ്മിക്കപ്പെടുന്നുണ്ട് ആഭരണങ്ങൾ. അതുപോലെ തന്നെ കോക്കനട്ട് ഷെൽ, ചിരട്ട പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കപ്പെടുന്നുണ്ട്. മുത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് മാലകൾ നിർമ്മിക്കുന്നു. അതുപോലെ തന്നെ കടലിൽ നിന്ന് നമുക്ക് ചിപ്പികളിൽ നിന്നുകളുടെ ഉള്ളിൽ നിന്നാണ് മുത്ത് കിട്ടുക. ആ മുത്തിനെ കൃത്യമായിട്ട് ശേഖരിച്ച് പ്രോസസ്സ് ചെയ്ത് അതുകൊണ്ട് ആഭരണങ്ങൾ നമ്മൾ നിർമ്മിക്കാറുണ്ട്. ഈ മുത്തിൻ്റെയൊക്കെ നിറങ്ങളൊക്കെ നമ്മൾ കല്യാണ സമയത്തൊക്കെ ധരിക്കുന്ന വസ്ത്രങ്ങളുമായിട്ട് ചേരുന്ന തരത്തിൽ ഡിസൈൻ ചെയ്ത് വെക്കുന്നതൊക്കെ ഇവരുടെ വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ്. വലിയൊരു കളർ സെൻസ് ഇവർക്കുണ്ടായെങ്കിൽ മാത്രമേ അവിടെയൊക്കെ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ മറ്റ് പലതരത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ആഭരണങ്ങൾ നിർമ്മിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നൂലുകൾ ഉപയോഗിച്ചുകൊണ്ട് പോലും ആഭരണങ്ങൾ നിർമ്മിച്ച് വിപണിയിൽ ഇറക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അത്തരത്തിലുള്ള വിവിധങ്ങളായിട്ടുള്ള പ്രോഡക്റ്റുകൾ, പുതിയ നമ്മൾ ഇതുവരെ പരീക്ഷിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ടില്ലാത്ത പുതിയ ആഭരണ നിർമ്മാണ രീതികളും ആഭരണ നിർമ്മാണത്തിലുള്ള അസംസ്കൃത വസ്തുക്കളും കണ്ടെത്തുകയും അവയെ പ്രോപ്പറായിട്ട് ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലേക്ക് നമുക്ക് ഇതിനെ ഈ ഒരു മേഖലയെ കാണാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും വളരെയധികം സാധ്യതകളുണ്ട്. ചെറിയ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം മുതൽ വലിയ ഡിഗ്രി പ്രോഗ്രാം വരെ നമുക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ ഇവിടെയുണ്ട്. ടെക്നോളജി, ഫാഷൻ ഡിസൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട, ഓർണമെൻ്റൽ ഡിസൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ടെക്നോളജി അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ലെതറിൽ നിർമ്മിക്കപ്പെടുന്ന ഓർണമെൻറ്റ്സ് ഉണ്ട്. ലെതറിൽ നിർമ്മിക്കപ്പെടുന്ന ഓർണമെൻറ്റ്സ്, ഇപ്പോൾ ലെതറിൻ്റെ പ്രോസസ്സിങ്, അതുപോലെ തന്നെ അതിൻ്റെ കൺസർവേഷൻ, അതുപോലെ തന്നെ അതിൻ്റെ ഫിനിഷിങ്, അതിൽ ലാസ്റ്റ് ചെയ്യുന്നതിന്, ഡ്യൂറബിലിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചേർക്കപ്പെടുന്ന വിവിധങ്ങളായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രിസർവേറ്റീവ്സ് ഉണ്ടെങ്കിൽ അതേക്കുറിച്ചുള്ള വ്യക്തമായ ധാരണകൾ, ഇങ്ങനെ വളരെ കൃത്യമായ ഒരു പഠന രീതി തന്നെ ഇതിൽ നമുക്ക് പ്രായോഗികമാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിൽ വളരെയധികം താല്പര്യമുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ചിലപ്പോൾ വളരെ റെയർ സ്പീഷീസിൽ പെട്ടിട്ടുള്ള ചില വസ്തുക്കൾ കൊണ്ട് നമ്മൾ ആഭരണങ്ങൾ നിർമ്മിക്കേണ്ട സാഹചര്യങ്ങളുണ്ടാവും. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് വളരെ കൂടുതലായിരിക്കാം. ചില രത്നങ്ങളൊക്കെ വളരെ റെയറായിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അതിനെ പ്രോസസ്സ് ചെയ്തെടുക്കണം. ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ ഇത് നഷ്ടപ്പെടാൻ പാടില്ല, ഇത് പോളിഷ് ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോകാൻ പാടില്ല. അങ്ങനെയൊക്കെയുള്ള വളരെയധികം ശ്രദ്ധയോടുകൂടെ ക്ഷമയോടുകൂടെ ചെയ്യേണ്ട ഒരു മേഖല തന്നെയാണ് ജുവലറി ഡിസൈനിങ് എന്ന് പറയുന്നത്. കല്ലുകളുടെയൊക്കെ വില നിശ്ചയിക്കുകയും അത് തിരിച്ചെടുക്കുന്ന സമയത്ത് ഇവയുടെയൊക്കെ വില നിശ്ചയിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു മേഖല. അപ്പോൾ അങ്ങനെ പുതിയ ആഭരണങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു മേഖല. തൊട്ടപ്പുറത്ത് പഴയ ആഭരണങ്ങളെ പുതിയതിന് തുല്യമാക്കി മാറ്റുന്ന, അതിനെ കൂടുതൽ മികവുറ്റതാക്കി മാറ്റുന്ന ഒരു പഠന തൊഴിൽ മേഖല കൂടി ഇതിന് പാരലായിട്ട് നമുക്ക് കാണാൻ കഴിയും. വളരെ പഴക്കമുള്ള പരമ്പരാഗതമായിട്ടുള്ള ചില ആഭരണങ്ങളുണ്ട്, അവയൊക്കെ ചിലപ്പോൾ നിറം മങ്ങിയിട്ടുണ്ടാകാം. അപ്പോൾ അതിനെയൊക്കെ ഒരു പുരാവസ്തു എന്ന ഒരു ആംഗിളിൽ കൂടി കണ്ടുകൊണ്ട് അതിനെ എല്ലാ കാലത്തും സംരക്ഷിച്ച് സൂക്ഷിച്ചു വയ്ക്കാൻ ആഗ്രഹിക്കുന്ന വലിയൊരു ജനവിഭാഗം നമ്മുടെ ഇടയിലുണ്ട്. കാരണം പുരാവസ്തുക്കൾക്ക് വില ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ളൊരു മേഖലയോട് താല്പര്യമുള്ള ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കും മികച്ച സാധ്യതകളാണ്. അവിടെ വളരെ ശ്രദ്ധ ആവശ്യമായിട്ട് വരും. അതിൻ്റെ പോളിഷ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വാല്യൂ കുറയാൻ പാടില്ല, അതിൻ്റെ ക്വാളിറ്റി കുറയാൻ പാടില്ല, നിറം മങ്ങാൻ പാടില്ല, അത് കൂടുതൽ ഭംഗിയായിട്ട് തിളങ്ങുന്ന രീതിയിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ വാലിഡേഷനും അതുപോലെ തന്നെ ഇതിൻ്റെ കൺസർവേഷനും അതിൻ്റെ പ്രിസർവേഷനും ഒക്കെ വളരെ പ്രധാനപ്പെട്ട മേഖലയാണ് ഈ തൊഴിൽ മേഖലയിലേക്ക് പ്രവേശിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അത്തരത്തിലുള്ളൊരു തൊഴിൽ മേഖലയിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന
കലാപരമായി അല്പം മൂല്യമൊക്കെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഏതൊരാൾക്ക് വേണമെങ്കിലും മികച്ച സാധ്യതകൾ, ഒരൊറ്റ ഡിസൈനിങ്ങിൽ തന്നെ ലക്ഷങ്ങൾ സമ്പാദ്യം വാങ്ങിയെടുക്കാൻ കഴിയുന്ന മികച്ച അവസരങ്ങളുടെ വലിയൊരു ലോകം തന്നെയാണ് ജുവലറി ഡിസൈനിങ് നമ്മുടെ കുട്ടികൾക്ക് മുമ്പിൽ തുറന്നു കൊടുക്കുന്നത്.